ഗുഡ് മോർണിംഗ്. കോഫി വിത്ത് ക്രൈസ്റ്റ്. രാവിലെ കാപ്പി കുടിക്കുന്ന സമയത്ത് ഒരു കഥ കേട്ടാലോ? ഒരു ഗ്രാമപ്രദേശത്ത് ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം നടത്തുന്ന ഒരു ചോക്ലേറ്റ് കടയാണ്, മിഠായി കട. അപ്പൊ ഈ രാവിലെ എഴുന്നേറ്റ് മിഠായി കടയിലേക്ക് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത്, അയാൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അവിടെ ഒരു മതിലിൽ ഒരു ചുവരെഴുത്ത് കാണും. ആ ചുവരെഴുത്തിന്റെ മുമ്പിൽ ഇയാൾ ഇങ്ങനെ കുറേ നേരം കണ്ണുകൾ അടച്ച് തല കുമ്പിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഒരു ചെറുപ്പക്കാരൻ ഇതെല്ലാ ദിവസവും ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ അത് നോക്കി, ഇയാൾ എന്തുവാ ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഇങ്ങനെ തല കുമ്പിട്ട് ഈ എഴുതി വെച്ചേക്കുന്നതിന്റെ മുൻപിൽ നിൽക്കുന്നത്. അയാൾ ആകാംക്ഷയോടെ ഈ ചെറുപ്പക്കാരൻ ചെന്ന് അതിന്റെ അടുത്ത് നിന്ന് വായിച്ചു നോക്കി. ജീവൻ നൽകുന്നതിനേക്കാട്ടിലും വലിയ സ്നേഹമില്ല, സ്നേഹിതന് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാട്ടിലും വലിയ സ്നേഹമില്ല. ഇതിന്റെ മുൻപിലാണ് ഈ മനുഷ്യൻ തല കുമ്പിട്ട് കുറേ നേരം നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലെയൊക്കെ ചെയ്തിട്ട് അയാൾ നടന്നു പോകുന്നത്. ഒരു ദിവസം ഈ മനുഷ്യനെ കണ്ടപ്പോഴത്തേക്കും, ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? എന്നിട്ട് ആ ചെറുപ്പക്കാരൻ തന്നെ പറഞ്ഞു, ഞാനും പാരമ്പര്യമായി ക്രിസ്ത്യാനികളാ, ഞങ്ങളൊക്കെ ക്രിസ്ത്യാനികളാ. അത് മാത്രമല്ല, ഞാൻ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൽ അതിലെ മോറൽ സൈഡും അതിന്റെ നല്ല നല്ല ആശയങ്ങളും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ദൈവത്തെ ഒന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഇത് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയത്? ആ വയസ്സൻ അപ്പാപ്പൻ ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ കടയിൽ വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. എനിക്ക് നിന്നോടൊരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ നടന്നു. കടയ്ക്കുള്ളിലെത്തിയ വൃദ്ധൻ അദ്ദേഹത്തിന് ഇരിക്കാനായിട്ടൊരു കസേര ഇട്ട് കൊടുത്തു. കുപ്പിക്കകത്തുനിന്ന് നല്ല ഒരു ചോക്ലേറ്റ് നോക്കി അവന് സമ്മാനിച്ചതിന് ശേഷം വൃദ്ധൻ കഥ പറഞ്ഞു തുടങ്ങി. ആകാംക്ഷയോടെ കസേരയിൽ ഇരുന്ന ചോക്ലേറ്റ് നുണയുന്ന സമയത്ത് വൃദ്ധന്റെ മുഖത്തേക്ക് നോക്കി. അപ്പൊ അയാൾ പറയാണ്, ഒരിടത്ത് യേശുവിൽ ഭക്തിയുള്ള ഒരപ്പനും മകനും ജീവിച്ചിരുന്നു. അവർ രണ്ടുപേരും മീൻപിടുത്തക്കാരാ, മുക്കുവന്മാരായിരുന്നു. അവരുടെ അയൽവക്കത്ത് ലഹരിക്ക് അടിമപ്പെട്ട ദുർമാർഗിയായ ഒരു ചെറുപ്പക്കാരനും ജീവിച്ചിരുന്നു. ഈ അപ്പനും മകനും എന്നും രാവിലെ വെളുപ്പിനെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ എഴുന്നേക്കും ജോലിക്ക് പോകാനായിട്ട്. പക്ഷെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും ചെയ്യും. ഈ പയ്യന്റെ ഉറക്കം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഇവൻ അതിനേക്കാൾ ഉച്ചത്തിൽ അവരെ ശല്യം ചെയ്യാനായിട്ട് പാട്ട കൊട്ടുകയും കൂകി വിളിക്കുകയൊക്കെ ചെയ്ത് അവരെ വളരെയേറെ ശല്യപ്പെടുത്തി. ഒരു ദിവസം അവര് പ്രാർത്ഥന കഴിഞ്ഞ് വള്ളം ഇറക്കുന്ന സമയത്ത്, അവർ കടലിലേക്ക് പോകാനായിട്ട് വള്ളം ഇറക്കുന്നത് കണ്ട് ഈ കുരുത്തം കെട്ട പയ്യനും അവരുടെ കൂടെ വള്ളത്തിൽ കയറിയിരുന്നു. എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് അവൻ വാശി പിടിച്ചു. നിർബന്ധം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ അവനെയും കൂടി കൊണ്ടുപോകാനായിട്ട് അവർ തീരുമാനിച്ചു. എന്നാൽ കുറെ അങ്ങ് ചെന്ന് നടുകടലിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായ കാറ്റിലും കോളിലും പെട്ട് അവരുടെ വള്ളം ആടി ഉലയാൻ തുടങ്ങി. ഒരു ചുഴി പോലെ അവിടെ ഉണ്ടായി. തോണി നിയന്ത്രിക്കാനായിട്ട് എത്ര സാമർഥ്യം ഉണ്ടായിട്ടും ആ അപ്പന് കഴിഞ്ഞില്ല. വളരെ പണിപ്പെട്ടുവെങ്കിലും പെട്ടെന്നൊരു വലിയൊരു തിരമാല ഉണ്ടായി. അപ്പുറത്തെ വശത്തിരുന്ന രണ്ട് പയ്യന്മാരും തെറിച്ച് രണ്ട് വശത്തേക്ക്, കടലിലെ ആ വള്ളത്തിന്റെ രണ്ട് വശത്തേക്ക് തെറിച്ച് വീണു. രണ്ട് വശത്തേക്ക് വീണ് തൻ്റെ മകൻ വീണ വശത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ അപ്പൻ ഓടിയെത്തി കൈകൾ നീട്ടി അവനെ ചുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ആ ചെറുക്കൻ, ഇയാളുടെ സ്വന്തം ഈ അപ്പാപ്പന്റെ മകൻ പറയാണ്, എന്നെ വിട്ടേക്ക്, ഞാൻ എങ്ങനെയെങ്കിലും കയറിക്കൊള്ളാം. മറ്റവൻ അവനെ പെട്ടെന്ന് രക്ഷിക്കാനായിട്ട് നോക്കെന്ന് പറഞ്ഞു. നിർബന്ധം സഹിക്കാൻ വയ്യാതെയായി ഈ വൃദ്ധൻ വള്ളത്തിന്റെ അപ്പുറത്തെ വശത്തേക്ക് ചെന്ന് ആ അയൽവക്കത്തുള്ള പയ്യനെ, കൂടെ കയറിയ കുരുത്തം കെട്ട പയ്യനെ പിടിച്ചു വലിച്ച് ഒരു വിധത്തിൽ കയറ്റി വള്ളത്തിന്റെ അകത്തേക്ക് രക്ഷിച്ചിട്ടു. അതിനുശേഷം തൻ്റെ മകനെ രക്ഷിക്കാനായിട്ട് ഓടി ഇപ്പുറത്തേക്ക് വന്ന സമയം കൊണ്ട് അവനെ ആ ചുഴി വലിച്ച് താഴേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. ആ അപ്പൻ വള്ളത്തിന്റെ മറ്റേ അറ്റത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും പിന്നെ അവന്റെ ആ ബോഡി പോലും കാണാനായിട്ട് സാധിച്ചില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേട്ടിരുന്ന യുവാവ് ചോദിച്ചു, ഈ കഥയും ഞാൻ ചോദിച്ച ചോദ്യവുമായിട്ട് എന്താണ് ബന്ധം? അപ്പോഴാ അപ്പാപ്പൻ പറയാണ്, മോനെ, അന്ന് ആ അപ്പാപ്പൻ രക്ഷിച്ച കുരുത്തം കെട്ട പയ്യൻ അത് ഞാനായിരുന്നു. ആ സംഭവത്തിന് ശേഷം ആ അപ്പന്റെ കുടിലിലേക്ക് പലതവണ ഞാൻ ചെന്നു. ഒരിക്കൽ സങ്കടം സഹിക്കാനാകാതെ കുറ്റബോധത്തോടുകൂടി ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് മനസ്താപത്തോടെ കരഞ്ഞു. ആ അപ്പൻ എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ, കരയുന്നെങ്കിൽ നീ കർത്താവിന്റെ മുൻപിൽ കരയുക. എനിക്ക് നിനക്ക് വേണ്ടി തരാനായിട്ട് ഇവിടെ ഒരു പഴയ ബൈബിൾ, എൻ്റെ മോൻ ഉപയോഗിച്ചിരുന്ന പഴയ ഒരു ബൈബിള് മാത്രമേ ഉള്ളൂ.
എൻ്റെ മരിച്ചുപോയ മകനെക്കുറിച്ച് എനിക്ക് ഒട്ടും ദുഃഖമില്ല. കാരണം അവനിപ്പോൾ മാലാഖമാരോടൊത്ത് എൻ്റെ യേശുവിൻ്റെ സന്നദ്ധിയിലായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ നീ അന്ന് മരിച്ചിരുന്നെങ്കിൽ നിന്റെ സ്വഭാവവും നിന്റെ രീതികളും വെച്ച് നിന്റെ ആത്മാവ് നരകത്തിലെത്തും എന്നറിഞ്ഞിട്ടാകാം എൻ്റെ മകൻ അന്ന് നിന്നെ രക്ഷിക്കാനായിട്ട് വീണ്ടും 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 കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത്. വൃദ്ധന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്നു. വൃദ്ധനെ കെട്ടിപ്പിടിച്ച് ആ പയ്യൻ പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല. എങ്ങനെ നന്ദി പറയാനാകുമെന്ന പയ്യൻ വിഷമിച്ചു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പാപങ്ങൾ ഏറ്റെടുത്ത് മരിച്ചത് കൊണ്ട് മാത്രമല്ലേ നമുക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്നത്. ആ വൃദ്ധൻ പറയാണ്, മോനെ, ഒരിക്കൽ ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനിക്കേണ്ടത് പാരമ്പര്യവും കുടുംബമഹിമയും കൊണ്ടല്ല, നിന്റെ അനുഭവം കൊണ്ടായിരിക്കണം. ഉള്ളിലൊരു സാക്ഷ്യമുണ്ടെങ്കിൽ നീയും മറ്റുള്ളവർക്ക് പ്രകാശമായി തീരും. തീയിൽ നിന്ന്, നരകാഗ്നിയിൽ നിന്ന് പലരെയും വലിച്ചു കയറ്റാനായിട്ട് നിനക്കും സാധിക്കും. വൃദ്ധൻ നിശബ്ദനായി നിന്നു. ആ യുവാവ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അങ്കിൾ തന്ന ചോക്ലേറ്റിനേക്കാളും ഇന്ന് വരെ ഞാൻ നേടിയ എല്ലാ അറിവുകളെക്കാട്ടിലും വലുതാണ് ഈ അറിവ്. എൻ്റെ ഉള്ളിലുള്ള അഹങ്കാരം ഇപ്പൊ കൊഴിഞ്ഞു പോവുകയാണ്. ചുറ്റും കണ്ട എല്ലാറ്റിനെയും നോക്കി വിധിക്കുന്നതിന് പകരം ഇനി എല്ലാറ്റിനെയും നോക്കി ദൈവസ്നേഹം കാണാനായിട്ട് അങ്കിള് ഇന്നത്തെ രാവിലെ എന്നെ പഠിപ്പിച്ചല്ലേ. എനിക്കും അങ്കിൾ അറിഞ്ഞ ക്രിസ്തുവിനെ അറിയണം. എനിക്കും എന്നെയും പിന്നെ മറ്റുള്ളവരെയും തീയിൽ നിന്ന് രക്ഷിച്ചെടുക്കണം. അവനൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് പോയത്. ചില മനുഷ്യരുടെ സാന്നിധ്യം നമ്മളെ നിത്യതയ്ക്ക് ലക്ഷ്യമാക്കി ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. മറ്റുള്ളവരെയും നമ്മെ തന്നെയും രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിച്ച് നിത്യതയുടെ തുറമുഖത്ത് ലക്ഷ്യമാക്കി നീങ്ങുവാൻ ഇന്നത്തെ ദിവസം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.